എല്ലാ കൂട്ടുകാരെയും ഞാൻ എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി ബന്ധം മൂലം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു വില്ലത്തിയായിട്ട് വന്ന ആ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ഹാപ്പിയാണോ? നിങ്ങളുടെ വ്യക്തിയായിട്ട് ജീവിക്കുന്ന ആ ഒരു കാര്യത്തിൽ അവർ ഹാപ്പിയാണോ? അവരുടെ അടുത്ത് നിലവിലത്തെ അവസ്ഥയാണ് നമ്മളിന്ന് ഒരു റീഡിംഗ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിൽ ഇത് വാലിഡ് ആവുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. പേഴ്സണൽ റീഡിങ്ങിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും അത് ഞാൻ എൻ്റെ വീഡിയോയുടെ കൂടെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കൂടെ ചേർക്കാം കേട്ടോ, അതായത് നമ്പർ ചേർത്ത് വെച്ചോളാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടന്നാലോ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തി ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും നിങ്ങൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എടുക്കാവൂ. പലരും വന്ന് ചോദിക്കുന്നുണ്ട്, തീർച്ചയായും എനിക്കത് റെസൊണേറ്റ് ആയില്ല, അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോകുക, നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് കരുതുക. ഇത് അതായത് തേർഡ് പാർട്ടി ബന്ധം മൂലം ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ്. അതായത് ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുത്തത്. അതായത് ഒരു സ്ത്രീ ആവാം, ഒരു പുരുഷനാവാം. ഒരാൾ നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിനെ അല്ലെങ്കിൽ പാർട്ട്ണറിനെ തട്ടിയെടുത്തു. ആ തട്ടിയെടുത്തു, അതായത് നിങ്ങളുടെ വ്യക്തി അവർ തട്ടിയെടുത്തുകൊണ്ട് പോയി. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് കാർഡുകൾ എടുക്കാം. തീർച്ചയായും എന്താണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കാം. എന്താണ് സിറ്റുവേഷൻ നോക്കാം. അവർ ഹാപ്പിയാണോ എന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് ആ ഒരു തേർഡ് പാർട്ടി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റിയത്. അതായത് ഒരു തന്ത്രശാലിയായ ഒരു തേർഡ് പാർട്ടിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്ത്രീയാകാൻ പുരുഷനാവാം. അവരൊരു തന്ത്രശാലിയായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. ബ്ലാക്ക് മാജിക്കും ആഭിചാരം പോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തായിരിക്കാം അവർ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റിയത്. അതായത് ഇവിടെ ഒരു 6 ഓഫ് കപ്സും ഒരു 7 ഓഫ് കപ്സും 5 ഓഫ് കപ്സും അടുത്ത് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആഭിചാര കർമ്മത്തിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഒരു 8 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അതായത് ഒരു ആഭിചാരത്തിലൂടെ ആയിരിക്കാം ആ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിനെ നിങ്ങളിൽ നിന്നും തട്ടി മാറ്റിയത്. അതിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ദുരുദ്ദേശപരമായിട്ട് തന്നെയാണ് അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ഇത് നിങ്ങളുടെ അറിയുന്ന ഒരു വ്യക്തിയാവാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാവാം, നിങ്ങളുടെ കുടുംബത്തിലുള്ളൊരു വ്യക്തിയാവാം. വളരെ കണ്ണിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അവരൊരുപാട് പ്രതീക്ഷിച്ചാണ് തീർച്ചയായിട്ടും അതായത് ഈ ഒരു പേഴ്സണെ നിങ്ങളിൽ നിന്നും തട്ടിയെടുത്തത്. അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു ചതിപ്രയോഗത്തിലൂടെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റി അല്ലെങ്കിൽ അടർത്തി മാറ്റി ദൂരേക്ക് കൊണ്ടുപോയ ഒരു സ്ഥിതിവിശേഷം കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. അതായത് ഈ ഒരു ബന്ധത്തിൽ ഒരു ബൗണ്ടറി നിങ്ങളുടെ വ്യക്തി നിശ്ചയിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു ബന്ധത്തിൽ ഒരു ബൗണ്ടറി നിശ്ചയിച്ചു എന്ന് തന്നെയാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. അവർ തമ്മിൽ എപ്പോഴും ഇന്നർ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ രണ്ടുപേരുടെയും മനസ്സിൽ ഈ ഒരു ബന്ധം വേണ്ട, നിങ്ങളുടെ വ്യക്തിക്ക് ഇവരെ വേണ്ട, ഈ ഒരു തേർഡ് പാർട്ടിക്ക് അവരെ വേണ്ട എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. ഒരു മാനസികപരമായ ഒരു അകൽച്ച വരുന്നുണ്ട്. ഒരു മാനസികമായ ഒരു അകൽച്ച ഇരുവരും തമ്മിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട്, അതാരുമാവാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു വ്യക്തിയുമായിട്ടൊരു അകൽച്ചയുള്ളതായിട്ട് കാണുന്നുണ്ട്.
അവർ തമ്മിൽ ഒരുപാട് അകന്നു കഴിയുന്നതാണ്. ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ, അതായത് പുറമേ അവർ സന്തോഷമൊക്കെയാണ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ എന്താണ്, അവർ തമ്മിൽ ഒരു മാനസിക ഐക്യമുള്ളതായിട്ട് കാണുന്നില്ല ഈ ഒരു ബന്ധത്തിൽ. അവർ തമ്മിൽ എന്നും വഴക്കും അതുപോലെ തന്നെ തല്ലിപ്പിരിഞ്ഞ അവസ്ഥ, അതായത് ദേഹോപദ്രവമൊക്കെ ഏൽപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയെ. അതായത് നിങ്ങളോട് ചെയ്തതിനുള്ള കർമ്മഫലം ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി അനുഭവിച്ച് തുടങ്ങിയതായിട്ടാണ് അല്ലെങ്കിൽ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർമ്മ റിലേറ്റഡ് കാർഡുകളാണ് കൂടുതലായിട്ട് വന്നത്. അതായത് ഇവിടെ ഒരു എന്താണ്, കൂടോത്രം അല്ലെങ്കിൽ എന്താണ്, ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയെ, നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി അകറ്റിയത്, അല്ലെങ്കിൽ വശീകരണം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുള്ള വളരെ ഒരു തന്ത്രശാലിയായിട്ടൊരു ലേഡിയായിട്ടാണ് അല്ലെങ്കിൽ തന്ത്രശാലിയായിട്ടുള്ളൊരു പുരുഷനായിട്ടാണ് എനിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയെ കാണുന്നത്. അതായത് അവർ നിങ്ങളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ വേണ്ടി തന്നെ ജീവിതത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോഴാ ഒരു ബന്ധത്തിൽ അവരൊട്ട് ഹാപ്പിയല്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ യഥാർത്ഥ മുഖം മനസ്സിലായി. അവരെന്താണെന്നും അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി. പക്ഷേ അതിനെ പ്രതിരോധിക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ അവർ പരാജയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ബ്ലാക്ക് മാജിക് കൊണ്ടൊന്നും അധികം നാൾ ഒരു ബന്ധവും അധികം നാൾ നീണ്ടു പോകില്ല. അതിൻ്റെ പുറത്ത് മാത്രം ഇവിടെ ഒരു സ്നേഹബന്ധം അവർക്കിടയിലില്ല, ഒരു പരസ്പര വിശ്വാസമില്ല, എന്നും വഴക്കും അടിപിടിയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇപ്പോഴും അവർ നിങ്ങളുടെ വ്യക്തിയെ വിട്ടുപോരാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. കാര്യം അവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്ന് സമ്പത്താണ്, സാമ്പത്തിക നേട്ടത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കാണ് ഈ ഒരു വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ സ്വാധീനിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും അകന്നു പോകാത്തതിനുള്ള കാരണം പണത്തിനോടുള്ളൊരു അമിതാർത്തി അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യം. ഇപ്പോഴും അവരൊന്ന് പിന്തിരിയാനായിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല. കാര്യം നിങ്ങളുടെ വ്യക്തിയുടെ കാശും നിങ്ങളുടെ വ്യക്തിയുടെ അവർക്ക് നല്ല സുഖലോലുപമായിട്ടുള്ള ജീവിതമല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അതപ്പതിച്ച് നരകിച്ചൊരു നരകയാതനയൊക്കെ അനുഭവിച്ച് കിടന്ന തേർഡ് പാർട്ടി ആയിരുന്നു. ഇപ്പം കാശായി, പണമായി, എല്ലാമായി. അവസാനം നിങ്ങളുടെ പേഴ്സണെ ഒരു വഴിക്ക് ആക്കുകയും ചെയ്തു. പക്ഷെ ഇനി അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്ന് ഒരിക്കലും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു ബന്ധം. കാരണം അവർക്ക് ചതി പറ്റിയതാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ വിവേകപൂർവമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് തന്നെ തേർഡ് പാർട്ടി ഒരുപാട് വിഷമത്തിലാഴ്ത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കാര്യം തന്നെ തേർഡ് പാർട്ടി ആകെ കരഞ്ഞ് നിലവിളിച്ച് ജീവനും കൊണ്ട് ഓടുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ വരാൻ പോകുന്നത്. കാര്യം ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പുറത്ത് ഒരു ബന്ധവും അധികം നാൾ നിലനിൽക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കടുത്ത ബ്ലാക്ക് മാജിക് ചെയ്താണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി അടർത്തി മാറ്റിയത്. പക്ഷെ ഒരു റിഗ്രറ്റ് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഇല്ല കേട്ടോ. തീർച്ചയായും ഇപ്പോഴും അവരുടെ ഭാഗം അവർ ന്യായീകരിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചതിയിലൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് അവരെ, അതായത് ഒരു തേർഡ് പാർട്ടി കീഴ്പ്പെടുത്തിയത് ഒരു ചതിയിലൂടെയാണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു വഞ്ചനയുടെ കാർഡുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഇവരിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ജീവനും കൊണ്ട് ഓടിയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനാണ്. കാര്യം അവരുടെ ജീവിതത്തിൽ അവരിപ്പോൾ നരകയാതന അനുഭവിക്കുകയാണ് ഈ ഒരു തേർഡ് പാർട്ടി. ഇവിടെ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തതായിട്ട് തന്നെയാണ് കാണുന്നത്. ബ്ലാക്ക് മാജിക്കിലൂടെയാണ് തീർച്ചയായിട്ടും അവർ വിജയം കണ്ടെത്തിയത് ഈ ഒരു ബന്ധത്തിൽ. അതായത് നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തിയെ മനസ്സിലാക്കാതെ നിങ്ങളുടെ പേഴ്സൺ അതായത് നിങ്ങളെ കളഞ്ഞിട്ട് ഇവരെ പോലുള്ള ഒരു വ്യക്തിയുടെ കൂടെ പോയി, ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയി. അവിടെ ഇവർക്ക് ഒരു മനസമാധാനവും ഇല്ല, സന്തോഷവും ഇല്ല, ഉള്ള ലൈഫ് മൊത്തം പോയൊരവസ്ഥ. ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും അവർ തമ്മിൽ എന്നും അടിയാണെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ വഴക്കാണ്. ഒരു മാനസിക അകൽച്ച വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു നരകതുല്യമായിട്ടുള്ളൊരവസ്ഥയാണ്. തീർച്ചയായിട്ടും കർമ്മഫലം അവർക്ക് അവർ ചെയ്തതിനുള്ള ഒരു ഫലം, കർമ്മഫലം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതവർക്ക് തിരികെ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങളോട് ചെയ്തതിനുള്ള ഫലം അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തേർഡ് പാർട്ടി വളരെ ക്രൂക്കഡ് മൈൻഡായിട്ടുള്ള ഒരു ലേഡിയാണ്, അല്ലെങ്കിൽ ഒരു പുരുഷനാണ്. മനഃപൂർവ്വം നിങ്ങളുടെ ജീവിതം തകർക്കാനായിട്ട് വന്നൊരു വ്യക്തിയാണ്. അതുപോലെ ഒരുപാട് കുടുംബങ്ങൾ തകർത്തൊരു വ്യക്തി. അതായത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളെ അറിയുന്ന വ്യക്തിയാണ്. അതായത്
ഇത് കാണുന്ന റീഡിങ് കാണുന്ന വ്യക്തി അറിയുന്ന വ്യക്തിയായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആൾ. അതായത് നിങ്ങളോടൊരു ജലസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്, ഭയങ്കര അസൂയയും കുശുമ്പും ഒക്കെയുള്ളൊരു വ്യക്തി, അറിയുന്നൊരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി. അതായത് ഇത് കാണുന്നത് നിങ്ങളായിരിക്കും, നിങ്ങൾ അറിയുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു വ്യക്തി, ബ്ലഡ് റിലേഷനിലായിട്ടുള്ളൊരു വ്യക്തി. അങ്ങനെ ഒരു എനർജിയാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് സ്വാതന്ത്ര്യം നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വ്യക്തി എടുത്തതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള റീഡിംഗ് ആണ്, അങ്ങ് കാർഡുകളാണ് വന്നത്. തീർച്ചയായിട്ടും ഒട്ടും കുറ്റബോധമില്ല ഇപ്പോഴും അവർക്ക്, ആ ഒരു സ്ത്രീക്ക്. കാര്യം പല കുടുംബങ്ങളും നശിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പുരുഷന്. കുറച്ച് കാർഡും കൂടെ എടുക്കാം നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി. കുറച്ച് കാർഡും കൂടെ എടുക്കാം. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് നോക്കാം. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് നോക്കാം. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് നോക്കാം. അതായത് അവിടെ എന്നും വഴക്കും വക്കാണോ ഒക്കെ തന്നെയാണ്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് തേർഡ് പാർട്ടി അതിലാകെ തകർന്നടിഞ്ഞ് എന്നും വഴക്കും. അതായത് എന്തുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുപാട് കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴാ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണ്. ഇതൊക്കെ തന്നെയാണ് തേർഡ് പാർട്ടി ഒരുപാട് വിഷമത്തിലാഴ്ത്തുന്നത്. തേർഡ് പാർട്ടി വിചാരിച്ചു എത്രത്തോളം കള്ളത്തരമൊക്കെ കാണിച്ചു കഴിഞ്ഞാലും ഇവർ അവരുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അവർക്കിപ്പം ബുദ്ധിയുണ്ട്. ഇപ്പോഴാണ് അവർക്ക് ബുദ്ധി ഉദിച്ചത്. തീർച്ചയായിട്ടും ഒരു ബോധോദയം ഉണ്ടായെന്ന് പറയത്തില്ല. തീർച്ചയായിട്ടും ഇപ്പോഴാണ് അവർക്ക്. ഇത്രയും നാൾ കണ്ണുകൾ മൂടപ്പെട്ട ഒരു സ്ഥിതിയിലായിരുന്നു, തലച്ചോറ് വർക്ക് ചെയ്യാത്തൊരവസ്ഥ ഇത്രയും നാൾ നിങ്ങളുടെ വ്യക്തിക്ക്. അതായത് ഇവരുടെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരുപാട് കള്ളത്തരങ്ങളും മറ്റുള്ള അവരുടെ അവിഹിത ബന്ധങ്ങളും, അല്ലെങ്കിൽ ഇവരൊരുപാട് കള്ളത്തരങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുള്ളതായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി. നിരന്തരം കള്ളം പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇത്രയും കാലം അവരെ തളച്ചിടുകയായിരുന്നു. തീർച്ചയായിട്ടും ഒരു ചങ്ങലക്കിടുന്ന ഒരവസ്ഥ എന്ന് പറയത്തില്ലേ, ചങ്ങലയിൽ പെട്ട ഒരവസ്ഥ. ചങ്ങലയ്ക്കുള്ളിലായിരുന്നു അവർ ഇത്രയും നാൾ. അപ്പോൾ അവർക്ക് ഒട്ടും ഒരു സ്ട്രെങ്ത് ഇല്ലായിരുന്നു, ഭയമായിരുന്നു എല്ലാ കാര്യത്തിനും, എന്ത് ചെയ്യണം ഏത് ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു ഏസ് ഓഫ് വൺസ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. ഒരു കാർഡും കൂടി എടുത്ത് നോക്കാം. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് ഓഫ് പെൻറ്റക്കിളാണ്. എനിക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ. കാര്യം നിങ്ങളുടെ വ്യക്തി അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് പറ്റിക്കലുകളും ഇനി അവർ നിന്നു കൊടുക്കില്ല അതിനൊന്നും. കാര്യം ഇത്രത്തോളം അവരെ പറ്റിച്ചു, അവരുടെ ജീവിതം ഇങ്ങനെയാക്കി, നിങ്ങളെ അടർത്തി മാറ്റി. അതായത് ഇവരുടെ പല രഹസ്യബന്ധങ്ങളും അല്ലെങ്കിൽ ഇവരെക്കുറിച്ചുള്ള ക്ലിയർ കട്ട് ഇമേജ് ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് ഉണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച്. അപ്പോഴാണ് അവർ നിങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുന്നത്. അതായത് നിങ്ങളെയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ചാണ് ഇവർ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ടാണ് മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിലേക്ക് പോയത്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുന്നുണ്ട്. ഇത്രയും നാൾ ഒരു തേർഡ് പാർട്ടി എതിർത്തൊന്നും പറയില്ലായിരുന്നു. കാര്യം തേർഡ് പാർട്ടി ഇവരെ എല്ലാ രീതിയിലും തളച്ചിടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എല്ലാ രീതിയിലും അവരുടെ വായും കണ്ണും ഒക്കെ മൂടി വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. പക്ഷേ ഇനി അവർക്കത് സഹിക്കാൻ വയ്യ. കാര്യം ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്ത് അവരെ നരകതുല്യമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു അവർക്കും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു ബന്ധത്തിൽ. കാര്യം ഇവരെ ഒരുപാട് കള്ളത്തരങ്ങൾ ഇവർക്ക് മനസ്സിലാക്കിയെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ ഒരു നെഗറ്റീവ് എനർജി കൊണ്ട് തന്നെ അവരെ ഫീബിളാക്കുന്നു, അല്ലെങ്കിൽ അവരെ തളർത്തുന്നു, അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തിയ ഒരു സിറ്റുവേഷൻ. പക്ഷേ ഇപ്പോഴതിൽ നിന്നൊക്കെ വെളിയിൽ വന്ന് നിങ്ങളുമായിട്ടൊരു നല്ല ജീവിതം തുടങ്ങാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടിയുടെ അവസ്ഥയെക്കാളും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു ഇപ്പോഴത്തെ ഒരു ഫീലിങ്സും അങ്ങനെ നമുക്കിതിനെ കണക്കാകാം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പം നിങ്ങളിപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ നേരിൽ കാണാൻ അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നിങ്ങളുടെ വ്യക്തി. കുറ്റബോധമുണ്ട് അവർക്ക് തീർച്ചയായിട്ടും.
നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. ഇത്രയും കാലം അവർക്കൊരു സ്ട്രെങ്ത് ഇല്ലായിരുന്നു. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവർക്ക് പേടിയായിരുന്നു. അതിനുള്ള സ്ട്രെങ്ത് ഇല്ലായിരുന്നു. ഒരു മനക്കരുത്ത് അല്ലെങ്കിൽ ഒരു കരുത്ത് ആ ഒരു വ്യക്തിക്ക് ഇല്ലായിരുന്നു. അതിൽ തേർഡ് പാർട്ടിയെ പേടിച്ചായിരുന്നു. തേർഡ് പാർട്ടി അവരെ ബ്ലെയിം ചെയ്യുന്നുണ്ട്, തേർഡ് പാർട്ടി അവരെ നാറ്റിക്കുമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി അവരെ കുറിച്ച് മോശം പറയുമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവന് തന്നെ ആപത്താണെന്നൊക്കെ ഉള്ള രീതിയിലുള്ളൊരു ടോക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാ ഒരു പേഴ്സൺ അതൊന്നും ചിന്തിക്കുന്നില്ല. കാര്യം ആ ഒരു പേഴ്സൺ ഒരു ക്ലിയർ കട്ട് ഇമേജ് ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് കള്ളത്തരങ്ങൾ ആ ഒരു വ്യക്തിയോട്, അതായത് നിങ്ങളുടെ വ്യക്തിയോട് ഈ ഒരു തേർഡ് പാർട്ടി കാണിച്ചതായിട്ട് കാണുന്നുണ്ട്. അതൊന്നും ഇനി അവർക്ക് സഹിക്കാനോ പൊറുക്കാനോ ഒന്നും പറ്റില്ല. അവർക്കത് ഉൾക്കൊള്ളാനേ പറ്റാത്ത കാര്യങ്ങളാണ് ഇനി അതൊക്കെ. അവർ മാനസികമായിട്ട് തകർന്നു പോയി. തീർച്ചയായിട്ടും അവർ വിചാരിച്ചു തേർഡ് പാർട്ടി ഒരു നല്ല വ്യക്തിയാണ്. അതായത് അവരുടെ ആ ഒരു ഒരു ബാഹ്യരൂപങ്ങളിൽ വഞ്ചിതരാകുക എന്ന് പറയത്തില്ല, അവരുടെ ആ എക്സ്റ്റേണൽ അപ്പിയറൻസിലും ലുക്കിലും അതുപോലെ തന്നെ അവരുടെ ആ സംസാരത്തിലും ഒക്കെ അവരങ്ങ് വീണുപോയി. അത് പുരുഷനാവാം സ്ത്രീയാകാം. പക്ഷേ ഇപ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി. ഈ ഒരു തേർഡ് പാർട്ടി ആരാണ് എന്താണെന്ന്, ഒരു വിഷലിപ്ത ബന്ധമാണെന്ന് അവർ മനസ്സിലാക്കിയതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ടോക്സിക് റിലേഷനാണ് തേർഡ് പാർട്ടി ആയിട്ടുള്ള ബന്ധം എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നത്. അതാണ് തേർഡ് പാർട്ടിക്ക് ഇത്രയും മാനസിക വിഷമത്തിലാക്കിയത്. തീർച്ചയായിട്ടും ആദ്യം അതാണ് ഞാൻ കുറച്ച് കാർഡ് എടുത്തായിരുന്നു. തേർഡ് പാർട്ടിയുടെ അവസ്ഥ ഇങ്ങനെ ആവാൻ കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പം നിങ്ങളോടാണ് സ്നേഹം, നിങ്ങളാണ് സത്യസന്ധതയുള്ളൊരു വ്യക്തി എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായും കാര്യം നിങ്ങൾ എത്രമാത്രം ഒരു ജെന്യൂൻ ആയിരുന്നു എന്നൊക്കെ ആ ഒരു വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതായത് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ ലവർ ഇതിനേക്കാളൊക്കെ എത്ര നല്ലൊരു വ്യക്തിയായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നുണ്ട് അവർ. കാര്യം ഇപ്പോഴും അവർ നിങ്ങളെ അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റേ വ്യക്തി എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റിയതാണ്. അവരുടെ നേട്ടത്തിന് വേണ്ടി, അത് പണത്തിനാവാം, അവരുടെ ശാരീരിക സുഖത്തിനാകാം, മറ്റുള്ള കാര്യങ്ങൾക്കാവാം. പക്ഷേ അവരതിൽ പെട്ടുപോയി തീർച്ചയായും. അപ്പോൾ അവർക്കൊരു തെറ്റുപറ്റിയെന്ന് അവർക്കിപ്പോൾ ഒരു ചിന്തയുണ്ട്. നിങ്ങളേക്ക് ഇഴഞ്ഞാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് അതിനുള്ള എനർജി ഇല്ല നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. കാര്യം അവർ അത്രത്തോളം തെറ്റാണ് നിങ്ങളുടെ അടുത്ത് ചെയ്തത്. ഇവിടെ സ്ട്രെങ്ത് കാർഡ് വന്നതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ നേരിൽ കാണാനോ നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു ആരോഗ്യം പോലും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിലുള്ള നിരാശയെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ് തീർച്ചയായിട്ടും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ മടി. കാര്യം ഒരു കാളകൂട വിഷത്തിൻ്റെ കൂടെയാണല്ലോ, ഇത്രയും വലിയൊരു കാളകൂട വിഷത്തിൻ്റെ കൂടെയാണല്ലോ ഞാൻ ഇത്രയും നാൾ ജീവിച്ചതെന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളെപ്പോലുള്ളൊരു നല്ലൊരു വ്യക്തി അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കടുത്തൊരു കുറ്റബോധമുണ്ട് അവർക്ക്. അതായത് ഇത്രത്തോളം ഒരു ഡേഞ്ചറായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു വിഷത്തിൻ്റെ കൂടെയാണല്ലോ ഞാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചിന്തയാണ് അവരിൽ ഇപ്പോൾ വരുന്നത്. അതായത് ഒരു തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള അവരുടെ ചിന്തയാണ് ഇപ്പോഴത്തെ. തേർഡ് പാർട്ടിയെക്കുറിച്ച് അവരങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഒരു വിഷം, ഒരു കാളകൂട വിഷമായിട്ടാണ് അവർ ഉപമിക്കുന്നത് തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ അവർ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ചിന്തകളിൽ നിങ്ങൾ മാത്രമാണ് അവരുടെ ചിന്തകളിൽ ഇപ്പോഴുള്ളത്. തേർഡ് പാർട്ടിയിൽ അത്രത്തോളം അവർ ഇമോഷണലി ഡ്രെയിൻ ആയിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആകെ തകർന്നൊരവസ്ഥയിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നുപോയത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുമായിട്ട് അവരൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരൊരു പെൻഡക്കിൾ പോലെ നിങ്ങളെ അവർ ചേർത്ത് പിടിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു വാല്യൂ തരുന്നുണ്ട് അവർ നിങ്ങൾക്ക് ഇപ്പോഴും. അപ്പം എൻ്റെ റീഡിങ് കൊണ്ട് കുറച്ച് പേരെങ്കിലും ജീവിതത്തിലൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രകാശം എൻ്റെ റീഡിങ് കൊണ്ട് ഉണ്ടാകുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ കോമൻറ്റ് വായിക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഓരോ കോമൻറ്റും വായിക്കുമ്പം വളരെ സന്തോഷം തോന്നും, ഭയങ്കര സംതൃപ്തി തോന്നും. എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ എനിക്ക് താഴെ കമൻറ്റ് ബോക്സ്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിലൊരു സന്തോഷവും കുളിർമയാണ്. അപ്പം നമുക്ക് റീഡിങ് അവസാനിപ്പിക്കാം. മറ്റൊരു റീഡിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും നാളെ. അതുവരേക്കും എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. വീണ്ടും നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.